മോട്ടറോള റേസർ 60 എന്ന പുതിയൊരു ഫ്ലിപ്പ് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. മുമ്പ് ഗ്ലോബൽ മാർക്കറ്റിൽ ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുള്ളതാണ്. ഫീച്ചേഴ്സ് ഏകദേശം കൺഫേംഡ് ആണ് എന്നും പറയാവുന്നതാണ്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മോട്ടറോള റേസർ 60 എന്നുള്ള ഫ്ലിപ്പ് ഫോണിനെ പറ്റിയിട്ടാണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഫ്ലിപ്പ് ഫോണാണ്. അപ്പോൾ 2 ഡിസ്പ്ലേ ഇതിൽ വരുന്നുണ്ട്. അപ്പം ഉള്ളിൽ 6.96 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ ഡിസ്പ്ലേ വരുന്നുണ്ട്. POLED പാനലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പഞ്ചോൾ ഡിസൈൻ ഇതിൽ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. 120 Hz റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡിസ്പ്ലേയിൽ പീക്ക് ബ്രൈറ്റ്നസ് 3000 നിറ്റ്സ് വരെ വരുന്നുണ്ട്. പിന്നെ 10-bit ഡിസ്പ്ലേക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി ഈ ഒരു ഡിസ്പ്ലേ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് 3.63 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ ഡിസ്പ്ലേ വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേ സൈസൊക്കെ തന്നെ ഫോണിൻ്റെ പുറത്തും വരുന്നുണ്ട്. പിന്നെ ഇതിലും POLED പാനൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ 90 Hz റിഫ്രഷ് റേറ്റ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൽ പീക്ക് ബ്രൈറ്റ്നസ് 1700 നിറ്റ്സ് വരെ വരുന്നുണ്ട്. പിന്നെ ഗൊറില്ല ഗ്ലാസ് വിക്ടേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ ഈ ഒരു ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നുണ്ട് എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. പിന്നെ ഈ ഒരു ഫോണിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറാണ് വരുന്നത്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 188 ഗ്രാം ആയിരിക്കും. പിന്നെ ക്ലോസ് ചെയ്ത് വെക്കുന്ന സമയത്ത് തിക്നെസ് വരിക 15.85 mm ആയിരിക്കും. ഓപ്പൺ ചെയ്താൽ തിക്നെസ് വരിക 7.25 mm ആയിരിക്കും. പിന്നെ ഇതിൽ IP48 റേറ്റിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 7400X എന്ന പ്രോസസ്സറായിരിക്കും ഇതിൽ വരിക. ഇത് ഡ്യുവൽ ഡിസ്പ്ലേ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സറാണ്. ഇപ്പം ഈ ഒരു ഫോണിൻ്റെ വില നമുക്ക് ഒരു 60,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ എങ്ങനെ ഉണ്ട് എന്ന് വെച്ചാൽ, ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സർ അല്ല ഇത്. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് സ്നാപ്ഡ്രാഗൺ 888 എന്നുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകൾ വരെ കിട്ടുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ച പ്രോസസ്സർ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ഒരു ഫോണിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് പ്രോസസ്സറോ അല്ലെങ്കിൽ പെർഫോമൻസോ ഒന്നുമല്ല. ഈ ഒരു ഫോണിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് മറ്റൊരു കാര്യമാണ്. ഒരു ഫോൾഡ് ഫോൺ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പം ഫോൾഡ് ഫോണൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാം, തിരക്കില്ലാത്തൊരു പ്രോസസ്സറാണ്. പക്ഷേ മെയിനായിട്ട് നോക്കുന്നത് പെർഫോമൻസ്, ഗെയിമിങ് ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയിട്ടുള്ള ഒരു ഫോൺ ആയിരിക്കില്ല ഇത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഈ ഒരു ഫോണിൽ LPDDR4Xൻ്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പ് വരുള്ളൂ. UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് എങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ NFC-യുടെ സപ്പോർട്ട് ഇതിൽ വരുന്നതായിരിക്കും. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇതിൽ വരും. ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. Android 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും ഇതിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരിക. 50 MP f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഇതിൽ വരിക. വോയിസിൻ്റെ സപ്പോർട്ട് വരും. പിന്നെ 13 MP f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഇതിൽ വരുന്നതായിരിക്കും. ഫ്രണ്ടിൽ 32 MP സെൽഫി ക്യാമറ ആയിരിക്കും വരിക. അപ്പം ഇതിൽ ക്യാമറയിൽ ടെലിഫോട്ടോ ലെൻസ് ഒന്നും വന്നോളണം എന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പല ഫോണുകളിലും ടെലിഫോട്ടോ ലെൻസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഫോണും അല്ല. ഈ ഒരു ഫോണിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഇതിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഫോണൊക്കെയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ Vivo X200 പോലുള്ള ഫോണുകളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നോക്കുന്നതായിരിക്കും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ സാംസങ്ങിൻ്റെ S25 സീരീസിൽ വരുന്ന ഫോണുകളൊക്കെ നോക്കാം എന്നേ ഉള്ളൂ. പിന്നെ ഫ്ലിപ്പ് ഫോണാണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു ക്യാമറ സ്പെസിഫിക്കേഷൻ വലിയൊരു തിരക്കേടില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷനൊക്കെ തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. ഇപ്പം ഫ്ലിപ്പിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോഴത്തതിൽ ടെലിഫോട്ടോ ലെൻസും കൂടി എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പല കോംപ്രമൈസുകളും വരും. അത് ഓക്കെയാണ്. ഇപ്പം നിങ്ങൾക്ക് മെയിനായിട്ട് ഫ്ലിപ്പ് ഫോണാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അപ്പം തരക്കേടില്ലാത്തൊരു ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നതായിരിക്കും എന്ന് പറയാവുന്നതാണ്. ഫ്ലിപ്പ് ഫോണാണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ ബാറ്ററിയുടെ കാര്യത്തിൽ 4500 mAh ബാറ്ററി ഇതിൽ വരുന്നതായിരിക്കും. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോർമൽ ഫോൺസ് ആയിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററി കപ്പാസിറ്റി കുറവാണ് എന്ന് പറയേണ്ടി വരും. പക്ഷേ ഫ്ലിപ്പ് ഫോണുകളുടെ കാര്യം മാത്രം എടുത്ത് നോക്കുമ്പോൾ ഈ ഒരു ബാറ്ററി കപ്പാസിറ്റി അത്യാവശ്യം നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ആണ് എന്ന് പറയാവുന്നതാണ്. ഫ്ലിപ്പ് ഫോണുകളിൽ പൊതുവെ ഭയങ്കര വലിയൊരു ബാറ്ററി കപ്പാസിറ്റി നമുക്ക് കിട്ടാറില്ല. അപ്പോൾ ഈ ഒരു ബാറ്ററി കപ്പാസിറ്റി ഓക്കെയാണ്. 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഇതിൽ വരുന്നതായിരിക്കും. 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും വരും. നല്ലൊരു കാര്യമാണ്. വയർലെസ് ചാർജിങ് സപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ Type-C ചാർജിങ് പോർട്ടും ഇതിൽ വരും. അപ്പം ഫ്ലിപ്പ് ഫോണാണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ അത്യാവശ്യം തിരക്കില്ലാത്ത നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വന്നേക്കാം.
അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മെയ് 28-നാണ് ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മുമ്പ് ഗ്ലോബൽ മാർക്കറ്റിൽ 59,600 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് ഒരു 55,000 to 60,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ഈ സ്മാർട്ട് ഫോൺ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി 50,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കും. എന്തായാലും മോട്ടറോളയുടെ റേസർ 60 എന്ന പുതിയൊരു ഫ്ലിപ്പ് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.